വചനോദയം. മാർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 53 മുതൽ 56 വരെയുള്ള തിരുവചനം. അവർ കടൽ കടന്ന് ഗനേസറത്തിൽ എത്തി. വഞ്ചി കരയ്ക്കടുപ്പിച്ചു. കരയ്ക്കിറങ്ങിയപ്പോൾ തന്നെ ആളുകൾ അവനെ തിരിച്ചറിഞ്ഞു. അവർ സമീപ പ്രദേശങ്ങളിലെല്ലാം ഓടി നടന്നു രോഗികളെ കിടക്കയിലെടുത്ത് അവനുണ്ടെന്ന് കേട്ട സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. ഗ്രാമങ്ങളിലോ നഗരങ്ങളിലോ നാട്ടിൻപുറങ്ങളിലോ അവൻ ചെന്നിടത്തൊക്കെ ആളുകൾ രോഗികളെ കൊണ്ടുവന്ന് പൊതുസ്ഥലങ്ങളിൽ കിടത്തിയിരുന്നു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും സ്പർശിക്കാൻ അനുവദിക്കണമെന്നവർ അപേക്ഷിച്ചു. സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിക്കുകയും ചെയ്തു. വചന വിചിന്തനം. രോഗശാന്തിക്കായി യേശുക്രിസ്തുവിൻ്റെ മേലങ്കിയുടെ ഒരറ്റമെങ്കിലും തൊടാൻ ശ്രമിച്ച അചഞ്ചലമായ വിശ്വാസത്തെ പ്രതിപാദിക്കുന്ന ഭാഗമാണ് ഇന്നത്തെ സുവിശേഷം. ആളുകൾ യേശുവിനെ തിരിച്ചറിയുകയും യേശു ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് വചനഭാഗം ആരംഭിക്കുന്നത്. ക്രിസ്ത്യാനികളായ നാം ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുന്ന ആരാധനയുടെയും കൂട്ടായ്മയുടെയും സാന്നിധ്യത്തിൽ ആയിരിക്കണം. ദൈവത്തിൻ്റെ ശക്തിയിലും അനുകമ്പയിലുമുള്ള ഒരു ചെറിയ വിശ്വാസത്തിന് നമ്മുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുവാൻ സാധിക്കും. നമ്മൾ എത്ര നിസ്സാരമായി ഉള്ളവരാണെങ്കിലും തകർന്നു പോയവരാണെങ്കിലും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ചെറിയ സ്പർശനത്തിലൂടെ എല്ലാം ശരിയാകുമെന്നുള്ള ഉറപ്പ് വചനം നൽകുന്നുണ്ട്. നിരവധി ആളുകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് രോഗികളെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നു. നമ്മുടെ ജീവിത സാക്ഷ്യത്തിലൂടെയും അനുകമ്പയുടെ പ്രവർത്തനങ്ങളിലൂടെയും അനേകരെ യേശുവിൻ്റെ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ സാധിക്കണം. യേശുവിൻ്റെ സ്പർശനം അനുഭവിക്കുമ്പോൾ അവിടുത്തെ സൗഖ്യം ലഭിക്കുന്നു. ദൈവബന്ധത്തിൻ്റെ ഈ രോഗസൗഖ്യം അനേകർക്ക് പങ്കുവയ്ക്കുന്നവരാകാം. അങ്ങനെ അവർക്കും നമുക്കും കർത്താവായ യേശുക്രിസ്തുവിലൂടെ ജീവിതമാറ്റം ഉണ്ടാകട്ടെ. ആത്മാർത്ഥമായ ഹൃദയത്തോടെ യേശുവിനെ സമീപിക്കുമ്പോൾ, യേശുവിൽ ആശ്രയമർപ്പിക്കുമ്പോൾ ആത്മീയമായും വൈകാരികമായും ശാരീരികമായും നമ്മെ സുഖപ്പെടുത്തുവാൻ യേശുവിന് കഴിയും. യേശുവിൻ്റെ സ്പർശനത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിലും യാഥാർത്ഥ്യമാകട്ടെ.